മനസ്സിനെ ഉയർത്താൻ വന്നിരിക്കുന്നവനാണ്. അതുകൊണ്ട് ഭഗവാന് മറ്റൊരു പേരുണ്ട്, അപവർഗായ നമ. അപവർഗം തരുന്നവൻ എന്നർത്ഥം. ആ സന്ദർഭോചിതമായിട്ട് നമുക്ക് നോക്കാം എന്താ ശബ്ദത്തിനർത്ഥം. ഏതായാലും ഇത് രണ്ടും മനസ്സിലാക്കൂ. ഒന്ന് പ്രിയമെന്നും ഹിതമെന്നും. പരീക്ഷത്തെ അങ്ങ് ചോദിച്ച ചോദ്യം പ്രിയം തരുന്ന ചോദ്യമല്ല, അങ്ങ് ചോദിച്ച ചോദ്യം ഹിതം ചെയ്യുന്ന ചോദ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പുരാണങ്ങളൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, നമ്മൾ ഹിതകരമായ ചോദ്യങ്ങൾ ചോദിക്കണം, പ്രിയകരമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. അതായത് പ്രിയം എന്ന് പറഞ്ഞാൽ കഥയെ സംബന്ധിച്ച് ചോദിക്കരുത്. നമ്മൾ ചോദിക്കേണ്ടതെല്ലാം തത്വങ്ങളെക്കുറിച്ച് ചോദിക്കണം. നിങ്ങൾ രാമായണം ശ്രദ്ധിച്ചു വായിച്ചിട്ടുണ്ടോ? രാമായണം ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് അധ്യാത്മ രാമായണം, എഴുത്തച്ഛന്റെ രാമായണം, അത് ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പാർവതീദേവി പരമശിവനായിട്ടുള്ള ഒരു സംഭാഷണമാണല്ലോ, അല്ലെങ്കിൽ സംവാദമാണല്ലോ രാമായണം. പാർവതീദേവി പരമശിവനോട് ചോദിക്കുന്നത്, എനിക്ക് രാമായണ കഥ പറഞ്ഞു തരുമെന്നാണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ പറഞ്ഞിരിക്കുന്നത്? രാമതത്വം പറഞ്ഞു തരുമെന്നാണോ? ആണോ? രാമകഥ പറഞ്ഞു തരുമെന്നല്ല. അതാണ് ഹിതം എന്നുള്ളത്. കഥ പറഞ്ഞു തരുമെന്ന് പറയുന്നത് പ്രിയം ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുരാണങ്ങളിലെ പല പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരമില്ല, ശരിക്കൊരു വ്യക്തമായ ഉത്തരവില്ല, വളരെ കൺഫ്യൂഷനാണ് പലതും. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ ഓണാഘോഷം തന്നെ എടുത്തു നോക്കൂ നിങ്ങൾ. ഒരു ചെറിയൊരു ചിന്തനം. നമ്മൾ കേരളീയർ വിശ്വസിക്കുന്നു പരശുരാമൻ മഴ കേരളം ഉണ്ടായത്, നിൽക്കട്ടെ. എന്നാൽ നമ്മൾ വേറൊന്ന് വിശ്വസിക്കുന്നു, ഓണം ആഘോഷിക്കുന്നത് പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് മഹാബലി വരണമെന്ന്. മഹാബലി വരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? പരശുരാമസ്വാമിയുടെ കാലഘട്ടത്തിലാണോ അതോ വാമനാവതാര കാലഘട്ടത്തിലോ? നമ്മൾ അവതാരങ്ങളുടെ ചക്രം നോക്കുകയാണെങ്കിൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, അല്ലേ, വാമനൻ, അങ്ങനെയല്ലേ? വാമനമൂർത്തിക്ക് ശേഷമാണോ പരശുരാമൻ? അല്ല. അപ്പോ വാമനമൂർത്തിക്ക് ശേഷമാണ് പരശുരാമൻ എങ്കിൽ, പരശുരാമസ്വാമി മഴ കേരളം ഉണ്ടായതെങ്കിൽ പിന്നെ ആരുണ്ടാവില്ല? പെട്ടു നമ്മുടെ ഓണം. ഓണം പിന്നെ പൂട്ടേണ്ടി വരും, ഓണം ഉണ്ടാവില്ല. എന്നാ ഓണം ഉണ്ട്, കേരളം അന്നും ഉണ്ടെങ്കിലോ, എന്നാ ഇങ്ങോട്ട് മഴ വീണിട്ടുണ്ടാവില്ല. രണ്ടിലൊന്ന് കൺഫ്യൂഷനാണോ? എന്നാ മഴ വീണു എന്നുള്ളത് ഉറപ്പാണ്. അത് മിക്കവാറും കണ്ണൂരോ തലശ്ശേരി ആവാനും സംശയമുണ്ട്. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ ആൾക്കാർ, അത് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും യോജിപ്പിക്കാൻ പറ്റില്ല. കഥകളിലൊക്കെ ഈ സംശയങ്ങൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ അനവധി ചോദ്യങ്ങൾ സംശയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ശ്രീകൃഷ്ണ ഭഗവാൻ, നമ്മൾ ആരാധിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ജാംബവതിയെ കല്യാണം കഴിക്കണം. ആരാ ജാംബവതി? ജാംബവാന്റെ പുത്രി, അല്ലെങ്കിൽ വളർത്ത പുത്രി. ആരാ ജാംബവാൻ? മനുഷ്യനാണോ? കൊരങ്ങനോ കരടിയോ ആണ്? ഒരു കൊരങ്ങന്റെ മകൾ ആരായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു, കൃഷ്ണന്റെ കൂടെ ഒരു കൊരങ്ങെത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റുമോ? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതിനെല്ലാം ഉത്തരമില്ലാതെ നമുക്ക് ഒഴിഞ്ഞു മാറേണ്ടി വരും. ശരിയാണോ പറയുന്നത്? ചിന്തിക്കും നിങ്ങൾ. അതുകൊണ്ട് നമ്മൾ കഥകളെക്കുറിച്ച് അധികം ചോദിക്കരുത്. രാമകൃഷ്ണ പരമഹംസർ പറയും, രണ്ടുപേര് ഒരു മാവിൻ തോട്ടത്തിലേക്ക് വന്നു അത്രേ. അതിലൊരാൾ മാവിന്റെ ഇല കടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത് ഏത് വെറൈറ്റി മാവായിരിക്കും എന്ന്. മറ്റവനുണ്ടല്ലോ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ട് പറഞ്ഞു, എന്തൊരു രുചിയാണെന്ന്. അതുകൊണ്ട് രാമകൃഷ്ണ പരമഹംസർ പറയും, ഈ കഥയെക്കുറിച്ച് ചോദിക്കുന്നവരൊക്കെ ഇല കടിച്ച് അതിന്റെ രുചി നോക്കുന്നവരാണ്. എന്നാൽ തത്വം മനസ്സിലാക്കുന്നവരൊക്കെ മാമ്പഴം രുചിക്കുന്നവരാണ്. നമ്മൾ ഏതിലേക്ക് പോകരുത്? ഇലയിലേക്ക് പോകരുത്. ഇല എണ്ണികളും ഇല രുചിക്കുന്നവരും ആവരുത്. നമ്മൾ മാമ്പഴം പിപത, ഭാഗവത രസം, ഭാഗവതത്തിലെ രസം നമ്മൾ പിപത, അത് കുടിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ മാറ്റി വെക്കണം. ഇനി നമുക്കത് ഒന്നുകൂടി വീട്ടിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് കാണാം ഫോട്ടോ എവിടെ വെക്കണം. പൂജാമുറി കയറിയ ഒരുപാട് സംശയമാണ് ഓരോരുത്തർക്ക്. വലത് ഗണപതി വെക്കണോ ഇടത് വെക്കണോ എന്ന്. പണ്ട് കാലത്തുള്ളവർക്ക് ഇത്ര സംശയം ഉണ്ടായിരുന്നില്ല, കാരണം പണ്ട് വീട്ടിൽ അധികം ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴനവധി ഫോട്ടോ വന്നിട്ട് ഇത് എവിടെ വെക്കണം എന്നുള്ള സംശയം. ഗുരുവായൂരപ്പനെ മുകളിൽ വെക്കണോ താഴെ വെക്കണോ? ഒരമ്മ എന്നോട് ചോദിച്ചാൽ, സ്വാമിജി പൂജാമുറിയിൽ ഗുരുവായൂരപ്പനെ എവിടെയാണ് വെക്കേണ്ടത്? ഞാൻ പറഞ്ഞു, എവിടെ വെച്ചാലും കുഴപ്പമില്ല, എൻ്റെ തലയിൽ വെക്കേണ്ടെന്ന്. ഉള്ളത് ക്ലിയർ ആക്കി പറഞ്ഞു കൊടുത്തു. അല്ല, സത്യം. പിന്നെന്താ പറയാനുള്ളത്? അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് സംശയങ്ങൾ വരാൻ കാരണം നമ്മൾ ആ വസ്തുവിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. നമുക്ക് പേടി വരികയാണ്, അത് എവിടെയോ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും
അപകടങ്ങൾ വരുന്നു. ഇതൊക്കെ പ്രിയവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അവതാരങ്ങളൊക്കെ വന്നിരിക്കുന്നത് പ്രിയം ചെയ്യാനല്ല, അവതാരങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഹിതം ചെയ്യാൻ. ഹിതം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിനെ ഭയത്തിൽ നിന്നും ഉയർത്താൻ വന്നിരിക്കുന്നവരാണ്. അപ്പൊ മനസ്സിനെ ഭയത്തിൽ നിന്നും ഉയർത്താൻ വന്നിരിക്കുന്ന ഒരു ഗുരുവായൂരപ്പനെ തന്നെ നമ്മൾ ഭയന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഭക്തിയാണ് നമ്മൾ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടല്ലോ? ഭട്ടതിരിപ്പാട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഭീതിർനാമ ദ്വിതീയൽ ഭവതി നനമന കൽപ്പിതം ചദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തിരുദ്ബുദ്ധ്യാ നിരുദ്യം മായാവിദ്യേതു തസ്മിൻ പുനരഭിനതാം ഭാതി മായാദിനാദം തത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജൻ ഈശ ഭീതിം വിജഹ്യം. എല്ലാ ഭീതിയെയും നമുക്ക് വിജഹ്യം, എടുത്ത് കളയണമെങ്കിൽ മായാധിനാദം, മായയ്ക്കും അതീതനായിരിക്കുന്ന ഗുരുവായൂരപ്പനിലൂടെ നമുക്ക് സാധിക്കില്ലേ? പിന്നെ നിങ്ങൾ ഭഗവാനെ തന്നെ ഭയന്നാലോ? അതുകൊണ്ട് ശ്രദ്ധിക്കേ, ഭഗവാനെയല്ല നമ്മൾ ഭയക്കേണ്ടത്, ഭയക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങളെയാണ്. ഏത് തരത്തിലുള്ള കർമ്മങ്ങളെ? നാം മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്താൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് അതേ കർമ്മങ്ങൾ മറ്റൊരാളിലൂടെ നമുക്ക് തിരിച്ചു വരും. അപ്പൊ കർമ്മങ്ങളെ ഭയക്കണം. ആരെ ഭയക്കരുത്? ഭഗവാനെ ഭയക്കരുത്. നമ്മൾ നേരെ വിപരീതമാണ് പഠിച്ചിരിക്കുന്നത്. കർമ്മങ്ങളെ ഭയക്കേണ്ടതില്ല, ഭയക്കേണ്ടത് ആരെയാണ്? ഈശ്വരനെയാണ്. കാരണം നമ്മൾ തെറ്റിദ്ധരിച്ചു ഫലം തരുന്നത് ഈശ്വരനാണെന്ന്. ഈശ്വരൻ ഫലം തരാനല്ല വന്നിരിക്കുന്നത്. ഈശ്വരന് ഫലം നിശ്ചയിക്കാനും പറ്റില്ല. കാരണം ഫലം നിശ്ചയിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ്, അല്ലെ? നോക്കൂ, അതെങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോയതെന്ന് അറിയില്ല. നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ എങ്ങനെയാ ഫലം നിശ്ചയിക്കുക? നിങ്ങൾ കുട്ടികൾ അതാ പഠിപ്പിക്കുന്നതേ. പോയി പ്രാർത്ഥിക്കട, പോയി തേങ്ങ മുട്ടിക്കട, അങ്ങനെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കുകയാണ് കുട്ടികളെ കൊണ്ട്, അല്ലേ? കാരണം നിങ്ങൾ ഉറപ്പിക്കുകയാണ് ഫലം തരുന്നത് ഭഗവാനാണെന്ന്. ഭഗവാനല്ല ഫലം തരുന്നത്. ഭഗവാൻ നമുക്ക് നല്ല ബുദ്ധി തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്, അറിവ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ഫലങ്ങളും തിരിച്ചു കിട്ടും. ഒരു സീതാദേവിയുടെ ഉള്ളിൽ നിന്ന് ലക്ഷ്മണനെ വേദനിപ്പിക്കുന്ന കർമ്മം വന്നപ്പോ ഒരു ശ്രീരാമസ്വാമിയിൽ നിന്ന് വേദനിപ്പിക്കുന്ന പ്രവൃത്തി വാക്കുകൾ സീതാദേവിക്ക് കേൾക്കേണ്ടി വന്നു. ഉണ്ടോ ഇല്ലയോ? ഒരു ബാലിയെ ശ്രീരാമസ്വാമി ഒളിയം ചെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ ഒരു ജ്വര കൃഷ്ണനെ കാത്തിരിക്കും. അത് പ്രകൃതിയുടെ നിയോഗമാണ്. കർമ്മങ്ങൾക്കെല്ലാം പ്രതികർമ്മങ്ങൾ ഉണ്ടാവണം. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് കൃഷ്ണൻ അറിയാം ആ യുദ്ധക്കളത്തിൽ വലിയൊരു സംഭവം നടക്കുന്നു. ഗാന്ധാരി ദേവിയും കുന്തി ദേവിയും പാഞ്ചാലിയും കൊണ്ട് മരിച്ചു കിടക്കുന്ന ആളുകളുടെ ഇടയിലൂടെ പോകുന്ന സമയത്ത് ഗാന്ധാരി പൊട്ടി കരയും, കുന്തി ദേവി കണ്ണു തുടയ്ക്കും, പാഞ്ചാലി വിതുമ്പും. ഉത്തരയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗാന്ധാരി പറയുന്ന വാക്കുകളുണ്ട്. ഉത്തരയെ, പോയല്ലോ നിന്റെ കുട്ടി, ഇത്ര ചെറുപ്പത്തിൽ നിനക്ക് വിധവ ആവേണ്ടി വന്നല്ലോ, വൈദഗ്ധ്യം അനുഭവിക്കേണ്ടി വന്നല്ലോ. കൃഷ്ണൻ കൂടെ ഉണ്ടായിട്ടും അഭിമന്യുവിനെ രക്ഷിച്ചില്ലല്ലോ. കുട്ടി, നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. കുന്തിദേവി ഉത്തരയെ കടന്നു പിടിക്കും. ഇതെല്ലാം നിയോഗമാണ് കുട്ടി, ഇതൊന്നും മാറ്റാൻ ആർക്കും സാധ്യമല്ല. അത് കഴിഞ്ഞ് ദുശാസനന്റെ മാറുകീറിയ ആ രൂപം കാണുമ്പോൾ, ദുര്യോധനന്റെ ശവശരീരം കാണുമ്പോൾ, കർണന്റെ കിടപ്പ് കാണുമ്പോൾ ആ ഗാന്ധാരി അമ്മ പൊട്ടിത്തെറിച്ചുകൊണ്ട് കൃഷ്ണനെ നോക്കി പറയുന്ന വാക്കുകളുണ്ട്. കൃഷ്ണ, നിന്റെ ഈ ചിരിയുണ്ടല്ലോ, നിന്റെ ഈ പുഞ്ചിരിയുണ്ടല്ലോ, അതാണ് എൻ്റെ കുലത്തെ നശിപ്പിച്ചത്. ഞാൻ ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യുന്നു, ഈ മാറിൽ തൊട്ടമ്മ പ്രതിജ്ഞ ചെയ്യുന്നു, നിന്റെ മുഖത്ത് ഞാൻ ഒരിക്കൽ ദുഃഖത്തിന്റെ നിഴൽ വീഴ്ത്തും കൃഷ്ണ. നിന്നെ കൊണ്ട് ഞാൻ കരയിപ്പിക്കും, നിന്റെ കണ്ണിൽ ഞാൻ കണ്ണുനീര് വരുത്തും. ഇന്ന് തൊട്ട് 36 വർഷം കഴിയട്ടെ, നിന്റെ കുലം തമ്മിൽ തല്ലി ചാവുന്നത് നീ കാണും കൃഷ്ണ. അന്ന് നീ കരയും, ഈ അമ്മയുടെ വേദന അന്ന് നീ തിരിച്ചറിയും എന്ന് പറയുന്ന ഒരു ഗാന്ധാരി നിങ്ങൾക്ക് മഹാഭാരത യുദ്ധക്കളത്തിൽ വെച്ച് കാണാം. അപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഗാന്ധാരി ദേവിയോട് പറയുന്നത്, ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് എൻ്റെ കുട്ടികൾ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു അമ്മയെന്നാണ്. ഭഗവാന്റെ കുട്ടികൾ തന്നെ ഇത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ കർമ്മത്തിൽ നിന്ന് മാറാൻ, ആ കർമ്മത്തിൽ നിന്ന് മാറ്റാൻ എനിക്ക് പോലും സാധ്യമല്ല. അതുകൊണ്ട് കർമ്മഫലത്തെ തട്ടിമാറ്റാൻ ഒരു ദൈവത്തിനും സാധ്യമല്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്?
നമ്മൾ പ്രാർത്ഥിച്ച് നടത്താൻ വേണ്ടിയിട്ടാണോ? ആയിരിക്കുമോ? അതിനു വേണ്ടി അമ്പലങ്ങളിൽ പോകരുത്. പിന്നെ എന്തിനു പോകണം അമ്പലത്തിൽ? നമ്മുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് ഉയർത്താൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രം നമുക്കൊരു ഉപാസനാ കേന്ദ്രമായി തീരും. ഇതിനെയാണ് ഹിതം എന്ന് പറയുക. സർവ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ കഴിവുള്ള ഒരു മനസ്സിനെ നേടുന്നതിനെ ഹിതം എന്ന് പറയും. നാം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കാൻ പോകുന്നതിനെ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് കിട്ടുന്നതിനെ പ്രിയം എന്ന് പറയും. അതുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവിടുന്നെങ്കിലും നമ്മളൊരു മാറ്റം വരുത്തുക. ഇനിയെങ്കിലും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പ്രിയമായതൊന്നും പറയരുത്, ചോദിക്കരുത്. അതിനുവേണ്ടി ഒന്നും നമ്മൾ ആ സമയം അവിടുത്തെ എനർജി അല്ലെങ്കിൽ ആ അന്തരീക്ഷം കേടുവരുത്തരുത്. നമ്മൾ പറയേണ്ടത് നാമജപം ജപിച്ച് നമ്മുടെ മനസ്സിനെ ഉയർത്തണം. ക്ലിയർ ആണോ പറയുന്നത്? അതുകൊണ്ടൊന്ന് ഹിതം എന്ന് പറയും, മറ്റൊന്ന് പ്രിയം. ഇത് വരുന്നത് വാസ്തവത്തിൽ ഒരു ഉപനിഷത്തിലാണ്, കഠോപനിഷത്ത് എന്ന് പറയും. അവിടെ യമരാജാവിന്റെ മുന്നിൽ ചെന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേരാണ് നചികേതസ്. ആ നചികേതസ് പറയുന്ന കാര്യമാണത്. യമരാജാവ് പറയാണ്, ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതൽ തൗ സംപരീത്യ വിവിനക്തി ധീരാം ശ്രേയോ ഹി ധീരോ അഭിപ്രേയസോ വൃണീതേ പ്രേയോ മന്ദോ യോഗക്ഷേമൽ വൃണീതേ. ശ്രേയശ്ച പ്രേയശ്ച, ശ്രേയസ്സെന്നും പ്രേയസ്സെന്നും രണ്ട് റൂട്ടുകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് വഴികളുണ്ട്. അതിൽ പ്രേയസ് ആര് വാങ്ങിക്കും? പ്രേയോ മന്ദോ, മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾ പ്രേയസ് ചോദിക്കും. യോഗക്ഷേമം, അവരുടെ കാര്യങ്ങൾ നടക്കണം, അതിനുവേണ്ടി അവർ ദൈവത്തിന്റെ അടുത്ത് പോകും. എന്നാൽ ശ്രേയസ് ആര് ചോദിക്കും? വൃണീതേ ധീരഹ, ആരാ ചോദിക്കുക? ധീരന്മാര്. നമ്മൾ ഓരോരുത്തരും ആരായിരിക്കണം? മന്ദബുദ്ധികളായി തീരരുത്. നമ്മളൊക്കെ ധീരന്മാരാണ്. ഭഗവാൻ ഗീതയിൽ പറയും, യം കിന വ്യതയന്തേ തേ പുരുഷം പുരുഷശബ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. സമദുഃഖസുഖം ധീരം, മനസ്സിനെ സുഖദുഃഖങ്ങളിൽ സമമാക്കാൻ സാധിക്കുന്നവൻ ധീരനാണ്. അവൻ അമൃതത്വായ കൽപ്പതേ. ഇങ്ങോട്ട് വരും, അമൃതത്വത്തിന് അർഹനാണ്. അമൃതത്വം എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന സാധനം എന്നല്ലേ അർത്ഥം. അമൃതത്വം എന്ന് പറഞ്ഞാൽ ഈ മരണമുള്ള ശരീരത്തിൽ മരണമില്ലാത്തതായിരിക്കുന്ന ഭഗവാനിലേക്ക് ഉയരാൻ അവൻ യോഗ്യനാണ്. ആര് യോഗ്യനാണ്? ധീരരായിട്ടുള്ള ആളുകൾ. അപ്പൊ ധീരരായിട്ടുള്ള ആളുകൾ പ്രേയസ് ചോദിക്കുന്നവരല്ല, ധീരരായിട്ടുള്ള ആളുകൾ ശ്രേയസ് ചോദിക്കുന്നവരാണ്. അവർ ഹിതം ചിന്തിക്കുന്നവരാണ്. ഇപ്രകാരം ലോകഹിതം നൃഭ. മനസ്സിലായോ? പ്രിയവും ഹിതവും. മദ്യം കഴിക്കുന്ന ഒരാൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നത് ഹിതമോ പ്രിയമോ? എന്നാൽ അവന്റെ മദ്യപാനശീലത്തിൽ നിന്നും അവനെ ഉയർത്തുന്നത് ഹിതമോ പ്രിയമോ? പ്രിയമാണ്. അത് ഹിതമോ? അത് ഹിതമാണ്. അപ്പൊ ഒരാളെ നമ്മൾ ചോദിച്ചത് മേടിച്ചു കൊടുത്ത് അവരെ നശിപ്പിക്കുന്നത് പ്രിയം ചെയ്യലാണ്. എന്നാൽ അവരെ അതിൽ നിന്നും ഉയർത്തുന്നത് ഹിതം ചെയ്യുന്നതാണ്. നമ്മുടെ പൂർവികന്മാര് ഹിതം ചെയ്യുന്നവരായിരുന്നു, അവർ ഉയർത്തുന്നവരായിരുന്നു. അതാണല്ലോ ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറഞ്ഞത്, ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാധയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മന. നിന്നെ ഉയർത്താനും നിനക്ക് കഴിവുണ്ട്, നിന്നെ താഴ്ത്താനും. നമ്മളൊക്കെ സ്വയം ചോദിക്കും. ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് വല്ല ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ താഴ്ത്തുകയാണ്. നിങ്ങൾ അതേസമയം എന്തു വന്നാലും ഭഗവത് പ്രസാദമായി സ്വീകരിക്കുമെന്നും അതേ സമയത്ത് നിങ്ങളുടെ മനസ്സ് ആരിലേക്ക് ഉയർത്തും? ഭഗവാനിലേക്ക് ഉയർത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുവാണ്. അത് നമ്മൾ മാറ്റിയെടുത്തോളണം. നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 5-ാമത്തെ സ്കന്ധത്തിൽ വരുമ്പോൾ ഒരു ശ്ലോകമുണ്ട്, അതിഗംഭീരമായ ശ്ലോകം. ഒരച്ഛനും അമ്മയും ആരാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. അവിടെ പറയും, ഒരച്ഛനും അമ്മയും ആരായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹിതം ചെയ്യുന്നവരാവണം. ആരാവരുത്? പ്രിയം ചെയ്യുന്നവരാവരുത്. കൂടുതൽ ഋഷഭദേവൻ പഠിപ്പിച്ചു തരും. അതുകൊണ്ട് പറയുന്നു, വരീയാനേഷത പ്രശ്നോ പ്രശ്നകൃതോ ലോകഹിതം നൃപാം ആത്മവിസമ്മത പുംസം ശ്രോതവ്യാദീഷുയപ്പരാം. കേൾക്കേണ്ടതാണ് അങ്ങയുടെ ചോദ്യം മറ്റുള്ളവര്. കാരണം ലോകത്തിന് ഹിതം ചെയ്യുന്ന ചോദ്യമാണ് അങ്ങ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാജൻ, ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്ധി സഹസ്രശ അപശ്യതാമാത്മതത്വം ഗൃഹേഷു ഗൃഹമേദിനം.
നിദ്രയാ ഹ്രിയതേ നക്തം വ്യവായേന ച ഭാവയാം ദിവാച്ച അർത്ഥേഹയാ രാജൻ കുടുംബഭരണേന വാം ദേഹാപത്യകളത്രാദിഷു ആത്മസൈന്യേഷ സത്സവീ തേഷാം പ്രമത്തോ നിധനം പശ്യന്നപി ന പശ്യതി. ആ ശ്രീശുക ബ്രഹ്മർഷി നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയാണ്, ഭൂരിപക്ഷം ആളുകളും അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ആത്മതത്വം അപശ്യതാം, മനസ്സിലാവില്ലേ? അവര് ഏതിനെ മനസ്സിലാക്കുന്നില്ല? തന്നിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ചൈതന്യത്തെ അപശ്യതാം, അവർക്ക് അറിയുന്നില്ല, അവരത് മനസ്സിലാക്കുന്നില്ല. അവരുടെ ജീവിതം മുഴുവൻ കൂടുതൽ സമയം അവര് ഗൃഹേഷു ഗൃഹമേധിനം, ഗൃഹജീവിതത്തെ ഉറപ്പിച്ചിരിക്കുകയാണ് അവർ. നിദ്രയാ ഹ്രിയതേ, പകൽ രാത്രി മുഴുവൻ ഉറങ്ങിക്കൊണ്ട് തീർക്കും. വിവായേന ച ഭാവയ, പിന്നെ ഉണർന്നു കഴിഞ്ഞാൽ ഭാര്യ മക്കള്. ദിവാച്ച അർത്ഥേഹയ, പകല് ജോലിക്ക് പോകണം, അത് കഴിഞ്ഞാൽ രാത്രിയായി കഴിഞ്ഞാൽ ഭാര്യ മക്കള് കുറച്ച് TV സീരിയല് ഇതെല്ലാം കൂടി കഴിഞ്ഞ് അവരുടെ ജീവിതം കഴിഞ്ഞു. അതിൽ കുറച്ചൊരു സമയം നാമം ജപിക്കും. ആ നാമം ജപിക്കുമ്പോൾ ഭഗവാനെ കിട്ടേണ്ടതെല്ലാം കിട്ടണേ, ഒന്നും മുടങ്ങരുതേ എന്ന്. ഇങ്ങോട്ട് കിട്ടേണ്ട കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. കൂടുതൽ സമയം അവരുടെ മനസ്സ് കുടുംബകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അതൊന്ന് മാറ്റാൻ പറ്റില്ല അവർക്ക്. അതുകൊണ്ട് അങ്ങനെ മനസ്സുറപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചിന്തകളുണ്ടല്ലോ, ഇത് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന്. ഇന്നൊക്കെ നമ്മൾ നോക്കും, നിങ്ങൾ കുട്ടികളുടെയൊക്കെ ജീവിതം എത്ര സത്യമാണ് പറയുന്നതൊക്കെ അല്ലേ? ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് വേദവ്യാസ മാഷ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ പരമസത്യമാണ്. രാവിലെ എണീറ്റ് അവർ ജോലിക്ക് പോകണു, രാത്രി വളരെ ലേറ്റായിട്ട് വരണു, അത് കഴിഞ്ഞ് ഒന്ന് മേല് കഴുകി ഭക്ഷണവും കഴിച്ച് ഒരൊറ്റ കിടത്തം. ഒരു കുട്ടി എന്നോട് പറഞ്ഞാണ്, സ്വാമി പണ്ടൊക്കെ ആളുകൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരുന്നു ജീവിതത്തിൽ, ഇന്നിപ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതമായപ്പോഴേക്കും നമ്മുടെയൊക്കെ കാലമായപ്പോഴേക്കും ഒക്കെ മാറിക്കഴിഞ്ഞു. പണ്ടുള്ളവർക്ക് രാവിലെ ഒരു 10 മണിക്ക് ഓഫീസിൽ പോയാൽ മതി, 5 മണിയാകുമ്പോഴേക്കും വീട്ടിൽ വരാം, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇന്നാണെങ്കിലോ നമ്മൾ ഈ രാവിലെ ഉത്തിഷ്ഠ ഗരുഡധ്വജ എന്ന് കേൾക്കുമല്ലോ, അതുപോലെ ഇപ്പം അവരുടെ ജീവിതം. ആ കുട്ടി പറയാണ്, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്താ മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ വർക്കിംഗ് ഡേ, സൺഡേ സ്ലീപ്പിംഗ് ഡേ. ഇതാണ് അവരുടെ ജീവിതം. ഞായറാഴ്ചയായാൽ കടന്നുറങ്ങാനേ അവർക്ക് സമയമുള്ളൂ, ബാക്കിയുള്ള ദിവസം മുഴുവൻ വർക്കിംഗ് ഡേ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അമ്പലത്തിൽ പോവും. അങ്ങനെയെങ്കിലും ഒരു സംസ്കാരം ഉള്ളത് നന്നായി. എന്നാൽ കുറച്ച് സമയമൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കാൻ. ഇന്നാണെങ്കിൽ ക്രൈസിസ് ദിനം പ്രതി കൂടിക്കൂടി വരികയാണ് അല്ലേ?